सहनाववतु सहनबुद्धिनस्तु सह वीर्यं करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै. ഓം ശാന്തി ശാന്തി ശാന്തി. സമാധാനീയരായ എല്ലാ പഠിതാക്കൾക്കും വിനീതമായ പ്രണാമം. 6-2 ഇപ്പൊ എടുത്തോണ്ടിരിക്കുന്നത്. 2-ൽ 7 വരത്തുള്ളൂ. ഇനി 8. 6-ാം അധ്യായം 2-ാം ബ്രാഹ്മണം 8-ാമത്തെ മന്ത്രം. സഹോവാച തഥാ നസ്ത്വം ഗൗതമ മാപരാധാസ്തവ ച പിതാമഹായഥാ ഇയം വിദ്യേത പൂർവം ന കസ്മിംശ്ചന ബ്രാഹ്മണ ഉവാസ താം ത്വഹം തുഭ്യം വക്ഷ്യാമി കോ ഹി ത്വൈവം ബ്രുവന്തമർഹതി പ്രത്യാഖ്യാതുമിതി. സഹോവാച, രാജാവ് പറഞ്ഞു, തഥാ അപ്രകാരം, നഹ ഞങ്ങൾക്ക്, ത്വം നീ, ഗൗതമ സംബോധനയാണ്, മാ അപരാധാഹ തവ, മാപരാധാഹ തവ, അപരാധിയായി വിചാരിക്കരുത്. കാരണം ഞങ്ങളെ ഒരപരാധികളായിട്ട് വിചാരിക്കരുത്. നിന്റെ പൂർവികർ ഞങ്ങളെ അങ്ങനെ വിചാരിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇപ്പൊ അങ്ങനെ വിചാരിക്കരുത് എന്ന് പറയാൻ കാരണം. ഈ വിദ്യ ഉപദേശിക്കാൻ ക്ഷത്രിയന്മാർക്ക് അധികാരമുണ്ടോ എന്നുള്ള ചോദ്യത്തിന് മറുപടിയായിട്ടാണ് വിദ്യ ഉപദേശിക്കാൻ ബ്രാഹ്മണർ ക്ഷത്രിയർക്ക് ഉപദേശിക്കുക എന്നുള്ളതാണ് പതിവ്. ഇപ്പൊ തിരിച്ചാണ് വരുന്നത്. അതുകൊണ്ട് തഥാ നസ്ത്വം ഗൗതമ മാ അപരാധസ്തവച പിതാമഹോ യഥ, അങ്ങയുടെ പിതാമഹന്മാരെങ്ങനെയായിരുന്നു അങ്ങനെ അതുപോലെ ഞങ്ങളോട് അപരാധം വിചാരിക്കരുത്. നിന്റെ പൂർവികന്മാരായ പിതൃപിതാമഹന്മാരെല്ലാം ഞങ്ങളുടെ പൂർവികരെ അപരാധികളായി വിചാരിച്ചിട്ടില്ലാത്തതുപോലെ നീയും അങ്ങനെ വിചാരിക്കരുത്. നസ്ത്വം ഗൗതമ മാ അപരാധാസ്തവച പിതാമഹോ യഥ ഇയം വിദ്യേതഃ പൂർവം ന കസ്മിംശ്ചന ബ്രാഹ്മണ ഉവാച. ഈ വിദ്യ ഏതാണ്? ഇപ്പൊ ഈ ചോദിച്ച 5 ചോദ്യങ്ങളുടെ മറുപടിയായിട്ട് പറയാൻ പോകുന്ന ഈ ആത്മവിദ്യ ഞാൻ നിനക്ക് ഉപദേശിച്ചു തരാം. താം തുഭ്യം തു അഹം തുഭ്യം വക്ഷ്യാമി, ഞാൻ പറയാം. ഇതിനു മുമ്പ് പൂർവം ന കസ്മിംശ്ചന ബ്രാഹ്മണ, ഒരു ബ്രാഹ്മണരും ഇതുപോലെ വിദ്യയ്ക്ക് വേണ്ടി എൻ്റെ അടുക്കൽ വന്ന് ഇരുന്നിട്ടില്ല. കസ്മിംശ്ചന ബ്രാഹ്മണ ന ഉവാസ, ഉവാസ വസിച്ചു, എൻ്റെ മുമ്പിൽ വന്ന് താമസിച്ചിട്ടില്ല, ആദ്യമായിട്ടാണ്. അതുകൊണ്ട് ഞാൻ നിനക്ക് ഈ വിദ്യ ഉപദേശിച്ചു തരാം. ഓഹമിതി ത്വയി തു ഏവം ബ്രുവന്തം അർഹതി പ്രത്യാഖ്യാതും ഇതി. എന്തെന്നാല് ഏവം ബ്രുവന്തം, ഇങ്ങനെ പറയുന്ന നിന്നെ, കഹ ആരാണ്, പ്രത്യാഖ്യാതും ഉപേക്ഷിക്കുവാൻ അർഹിക്കുന്നത്. ഇപ്രകാരം പറയുന്ന നിന്നെ നിഷേധിക്കാൻ, തിരിച്ചുവിടാൻ എനിക്കാവില്ല. അതുകൊണ്ടാണ്. കോഹി തു ഏവം ബ്രുവന്തം അർഹതി പ്രത്യാഖ്യാതം, ഏവം ബ്രുവന്തും ത്വാം പ്രത്യാഖ്യാതും കഹ അർഹതി. ഇങ്ങനെ പറയുന്ന നിന്നെ പ്രത്യാഖ്യാനം ചെയ്യാൻ, തിരിച്ചുവിടാൻ ആർക്കാണ് അർഹതയുള്ളത്? അതുകൊണ്ട് ഞാൻ നിന്നെ തിരിച്ചുവിടില്ല. നിനക്ക് ഈ വിദ്യ ഞാൻ ഉപദേശിച്ചു തരാൻ തീരുമാനിച്ചിരിക്കുകയാണ്. നിന്റെ പൂർവികർ എപ്രകാരം എന്നോട് വിരോധിക്കുന്നിരുന്നോ അതുപോലെ നീ എന്നോട് വിരോധിക്കരുത് എന്നൊരാമുഖം പറഞ്ഞിട്ട് വിദ്യ ഉപദേശിച്ചു കൊടുക്കാൻ ആരംഭിക്കാം. സഹോവാച തഥാ നസ്ത്വം ഗൗതമ മാപരാധാസ്തവച പിതാമഹായഥാ ഇയം വിദ്യേത പൂർവം ന കസ്മിംശ്ചന ബ്രാഹ്മണ ഉവാസ താം ത്വഹം തുഭ്യം വക്ഷ്യാമി കോ ഹി തു ഏവം ബ്രുവന്തമർഹതി പ്രത്യാഖ്യാതുമിതി. സഹോവാച തഥാ നസ്ത്വം ഗൗതമ
മാപരാധാസ്തവ ച പിതാമഹ യഥാ ഇയം വിദ്യേത പൂർവം ന കസ്മിംശ്ചന ബ്രാഹ്മണ ഉവാസ താം ത്വഹം തുഭ്യം വക്ഷ്യാമി പോഹിത്തു ഏവം ത്വം ബ്രുവന്തുമർഹതി പ്രത്യാഖ്യാതിമിതി. അസൗ വൈ ലോകോക്തഗൗതമ തസ്യ ആദിത്യവ സമിത്ത് രശ്മയോ ധൂമാം അഹരർച്ചി ദിശോ അങ്കാരാഹം അവാന്തരദിശോ വിസ്ഫുലിംഗാഃ തസ്മിന്നേതസ്മിന്നഗ്നൗ ദേവാഃ ശ്രാദ്ധം ജുഹ്വതി തസ്യ ആഹുത്യേ സോമോ രാജാസം ഭവതീതി. ഉപദേശം ഈ ശ്ലോകം ഈ മന്ത്രം മുതൽ ആരംഭിക്കുകയാണ്. പക്ഷെ ഇവിടെ ചെറിയ പൗർവാപര്യ ക്രമവ്യത്യാസമുണ്ട്. അതൊന്ന് മനസ്സിലാക്കിയിട്ട് കടന്നെങ്കിലേ നമുക്ക് പിടികിട്ടുള്ളൂ. 5 ചോദ്യങ്ങളാണ് ഈ ഗൗതമൻ ഇവിടെ ചോദിക്കുന്നത്. അത് മകനോട് ചോദിച്ച ചോദ്യങ്ങൾ ഗൗതമൻ തിരിച്ചിവിടെ നിന്ന് രാജാവിനോട് ചോദിക്കാം. ഒന്ന്, മരിച്ചതിന് ശേഷം വിഭിന്ന മാർഗങ്ങളെ എങ്ങനെ സ്വീകരിക്കുന്നു എന്നാണ് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, അവരെങ്ങനെയാണ് ഈ ലോകത്തിലേക്ക് തിരിച്ചു വരുന്നത്, രണ്ടാമത്തെ ചോദ്യം അതാണ്. മൂന്നാമത്തെ ചോദ്യം, മരിച്ചു പോകുന്ന ജനങ്ങളെ കൊണ്ട് ഈ പരലോകം എങ്ങനെ നിറയാതിരിക്കുന്നു എന്ന് എനിക്കറിയാമോ എന്നായിരുന്നു മൂന്നാമത്തെ ചോദ്യം. നാലാമത്തെ ചോദ്യം, എത്ര ആഹുതികൾ ഹോമിക്കുമ്പോഴാണ് വെള്ളം പോലിരിക്കുന്ന ആ ദ്രവരൂപമായ ആഹുതി കൊണ്ട് അത് മനുഷ്യരൂപമായി എങ്ങനെ പരിണമിക്കുന്നു എന്ന് അറിയാം. അഞ്ചാമത്തെ ചോദ്യം, ദേവയാനവും പിതൃയാനവും 2 ഗതികൾ, അത് ആ മാർഗത്തെക്കുറിച്ചും അത് പ്രാപിക്കാനുള്ള ഉപായത്തെക്കുറിച്ചും. ഇങ്ങനെ 5 ചോദ്യങ്ങളാണ് ചോദിച്ചത്. ഈ 5 ചോദ്യം നമ്മൾ മനസ്സിലിരിക്കണം, അങ്ങനെ നമുക്ക് ഉത്തരത്തിലേക്ക് കിടക്കാൻ പറ്റുള്ളൂ. ഇതിൽ 4ാമത്തെ ചോദ്യത്തിന് മറുപടിയാണ് ഇപ്പൊ പറയാൻ പോകുന്നത്. 4ാമത്തെ ചോദ്യം, എത്രാമത്തെ ആഹുതികൾ ഹോമിക്കുമ്പോഴാണ് വെള്ളം പോലെയുള്ള ദ്രവ്യവസ്തുക്കൾ ഒരു മനുഷ്യരൂപമായി പരിണമിക്കുന്നത് എന്നറിയാൻ വേണ്ടിയാണ്. ചോദ്യം വളരെ നിസ്സാരമാണെന്ന് നമുക്ക് തോന്നാം. കാരണം മനുഷ്യ ശരീരത്തിലും അല്ലെങ്കിൽ പുരുഷന്റെയും സ്ത്രീയുടെയും ശരീരത്തിലുള്ള രേതസ്സുകൾ എന്ന ബീജം ദ്രവരൂപമാണ്. അത് വെള്ളം പോലെയാണ്. അത് എങ്ങനെ ഒരു ഘനീഭവിച്ച മനുഷ്യരൂപമായി സംഭവിക്കുന്നു? അത് ഒരു ഹോമ രീതിയിൽ കൂടിയാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. ആഹുതികളായിട്ടാണ് അതിനെ ഇവിടെ അവതരിപ്പിക്കുന്നത്. പ്രപഞ്ചം ചെയ്യുന്ന ഒരു ആഹുതിയാണിത്. ആദ്യത്തെ തുടക്കം തന്നെ അസൗ വൈ ലോകോ അഗ്നി ഗൗതമ. ഹേ ഗൗതമ, അസൗ ലോക, ആ ലോകം അഗ്നി തന്നെയാകും. ആ ലോകം ദ്യുലോകത്തെയാണ് ഉദ്ദേശിക്കുന്നത്. ദ്യോവ്, ആകാശം എന്ന് വിളിക്കുന്ന മുകളിലത്തെ ലോകം, അത് അഗ്നി തന്നെയാണ് ഗൗതമ. തസ്യ ആദിത്യേവ സമിത്ത്, ആ അഗ്നിയുടെ വിറക് ആദിത്യനാണ്. എരിഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് വിറക്. ആദിത്യൻ കത്തിജ്വലിച്ച് എരിഞ്ഞുകൊണ്ടേയിരിക്കുന്ന ഒരു വിറകാണ്, ഒരു സങ്കല്പമാണ്. തസ്യ ആദിത്യേവ സമിത്ത് രശ്മയോ ധൂമഃ, ആദിത്യനാകുന്ന സമിത്തിന്റെ, കത്തിജ്വലിക്കുന്ന സമിത്തിന്റെ ധൂമമാണ് രശ്മികൾ. സൂര്യന്റെ രശ്മികൾ. അഹര് അർച്ചി, പകല് അതിൻ്റെ വിസ്ഫുലിംഗങ്ങളാണ്, അർച്ചിഫുകളാണ്. അതിൽ നിന്നും പുറത്തേക്ക് ബഹിർഗമിക്കുന്ന വിസ്ഫുലിംഗങ്ങളാണ് അർച്ചിഫ്. ദിശു അങ്കാരാഹ, ദിക്കുകൾ കനൽക്കട്ടകളാണ്. അവാന്തര ദിശ വിസ്ഫുലിംഗാഹ, അവാന്തര ദിശങ്ങൾ അതിൻ്റെ ചെറിയ ചെറിയ തരികളാണ്, വിസ്ഫുലിംഗങ്ങൾ. തസ്മിൻ അഗ്നവും, ഈ അഗ്നിയിൽ ദേവാഹ ശ്രദ്ധം ജുഹ്വതി, ദേവന്മാർ ശ്രദ്ധയെ ഹോമിക്കുന്നു. തസ്യ ആഹുതി സോമോ രാജാസം ഭവതി,
ആ ആഹുതി കൊണ്ട് സോമൻ രാജാവായിട്ട് തീരുന്നു എന്നർത്ഥം. അപ്പൊ അഗ്നിയുടെ രശ്മികൾ അവയുടെ എരിഞ്ഞടങ്ങി തീർന്ന് വൈകിട്ട് കാണാവുന്ന കനൽക്കട്ട പോലെയുള്ള ഒരു കൊള്ളിയായിട്ട് മാറുന്നു ഈ സൂര്യൻ. കത്തിജ്വലിക്കുമ്പോൾ എന്നും പുറത്തേക്ക് പുറപ്പെടുന്ന രശ്മികളുണ്ട്, തീപ്പൊരികളുണ്ട്, വിസ്ഫുലിംഗങ്ങളുണ്ട്, തേജസ്സുണ്ട്. ഇതെല്ലാം ആ അഗ്നിയുടെ ആ സൂര്യന്റെ സ്വഭാവമാണ്. അതുകൊണ്ട് സൂര്യൻ ആദിത്യ ലോകത്തിന്റെ അഗ്നിയാണ്. ചോദ്യം, എത്രാമത്തെ ആഹുതി ഹോമിക്കുമ്പോഴാണ് വെള്ളം മനുഷ്യനായി തീരുന്നത് എന്നായിരുന്നു 4ാമത്തെ ചോദ്യം. അതിൻ്റെ ഉത്തരമായിട്ട് പ്രവാഹനൻ ആദ്യം വിവരിക്കുന്നത്, ഈ 5 ചോദ്യങ്ങളുടെ ഉത്തരമായിട്ട് 4ാമത്തെ ചോദ്യത്തിന് ഉത്തരം പറയുന്നത് ഇത് മനസ്സിലായെങ്കിലേ ബാക്കിയൊക്കെ മനസ്സിലാവുകൊണ്ടാണ്. അല്ലെ അടുക്കനുസരിച്ച് 1ാം ചോദ്യം മുതലല്ലേ മറുപടി പറയേണ്ടത്? ആണ്. പക്ഷെ 4ാമത്തെ ചോദ്യത്തിന് മറുപടി പറഞ്ഞാൽ പിന്നെ ബാക്കി 4 ചോദ്യങ്ങളുടെ ഉത്തരം എളുപ്പം മനസ്സിലാക്കാം. അതുകൊണ്ട് താൻ ഇപ്പോൾ ഈ 4ാമത്തെ ചോദ്യത്തിന് മറുപടിയാണ് പറയുക. ദ്യുലോകവും അഗ്നിയും തമ്മിലുള്ള വിവിധ അംഗങ്ങളുടെ അവയവങ്ങളിലെ സാമ്യത്തെക്കുറിച്ചാണ് ഇവിടെ സൂചിപ്പിച്ചു വന്നത്. ദേവന്മാരെ, ദ്യുലോകത്തിലുള്ള ദേവന്മാർ, സ്വർഗലോകത്തിലുള്ള, ആകാശലോകത്തിലുള്ള, സൂര്യലോകത്തിലുള്ള ഈ ദേവന്മാര് അവർ ചെയ്യുന്ന, ശ്രദ്ധാപൂർവം ചെയ്യുന്ന ഒരു ആഹുതിയുടെ, ഒരു ഹോമത്തിന്റെ പരിണത ഫലമാണ് ഈ കാണുന്ന ദ്യുലോകം എന്നർത്ഥം. അതിന് അവർ ചെയ്യുന്ന ഹോമം അഗ്നിയിലാണ്. ആ അഗ്നി സൂര്യൻ എന്ന അഗ്നിയാണ്. ആ അഗ്നിയിലേക്ക് ഹോമിക്കുമ്പോൾ അത് കത്തിക്കാളി അതിൻ്റെ രശ്മികളാകുന്ന ധൂമം പുറത്തേക്ക് വരും. അതേപോലെ അതിൽ നിന്നും തീപ്പൊരികൾ ഉണ്ടാകും. അത് വൈകുന്നേരം കത്തി എരിഞ്ഞ് കഴിയുമ്പോൾ ഒരു കനൽക്കട്ട പോലെ, കത്തിത്തീരുന്ന വിറകു പോലെ, കൊള്ളി പോലെ അവിടെ അവശേഷിക്കുന്നത്. എപ്രകാരമാണോ അഗ്നിഹോത്രം എന്നുള്ള ഒരു യജ്ഞത്തിന്, ഒരു യാഗത്തിന് ആഹവനീയ അഗ്നി പ്രധാനമായിരിക്കുന്നത്, അതുപോലെ 3 തരത്തിൽ അഗ്നിയുണ്ട്. ആഹവനീയം, ദാക്ഷിണാത്യം, ഗാർഹവത്യം. അതിലെ ആഹവനീയ അഗ്നിയാണ് അഗ്നിഹോത്രത്തിലെ പ്രധാനമായ അഗ്നിഹോമകുണ്ഡം. അതുപോലെയാണ് അഗ്നിയും ഈ ദ്യുലോകത്തിലെ പ്രധാനപ്പെട്ട ഒരു ഹോമകുണ്ഡമാണ് ഈ അഗ്നി. അതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ പ്രപഞ്ചം മുഴുവൻ നിലനിൽക്കുന്നത്. വിറക് അഗ്നിയെ പ്രകാശിപ്പിക്കുന്നത് പോലെയാണ് സൂര്യൻ ദ്യുലോകത്തെ പ്രകാശിപ്പിക്കുന്നത്. അതുകൊണ്ട് സൂര്യനെ വിറകാക്കി സങ്കല്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. വിറകിൽ നിന്നും പുകയുണ്ടാകുന്നത് പോലെ സൂര്യനിൽ നിന്നും പുറത്തേക്ക് നിർഗളിക്കുന്ന രശ്മികൾ, ആ രശ്മികൾക്കും ധൂമത്തിനും തമ്മിൽ സാദൃശ്യം പറഞ്ഞു. പകലിനും ജ്വാലയ്ക്കും തമ്മിൽ സാദൃശ്യം പറഞ്ഞു. തീക്കട്ടകൾക്കും ജ്വാലകളോ പ്രകാശമോ ഇല്ലാത്തതുപോലെയാണ് ദിക്കുകൾ എന്ന ദിക്കുകളെ ഈ തീക്കട്ടകളെ പോലെ പറഞ്ഞു. ദിക്കുകളിലെ അംശങ്ങളായ അവാന്തരങ്ങൾ അങ്ങും ഇങ്ങും ചിന്നിച്ചിതറിക്കിടക്കുന്ന തീപ്പൊരികളെ പോലെയാകും. ഈ ദ്യുലോകത്തിലെ ദേവന്മാർ അവരുടെ ശ്രദ്ധ എന്ന ആ ഒരു വിശ്വാസത്തിൻ്റെ ആ ഒരു അംശം ഉപാസന കൊണ്ട് അഗ്നിഹോത്രാദി കർമ്മങ്ങളിൽ അവർ ഹോമിക്കുന്നു. ആ ശ്രദ്ധയെന്ന ആ ഹോമക്രിയയാണ് ഇവിടെ പറയുന്നത്. അതിനെയാണ് ആഹുതി എന്ന് പറഞ്ഞത്. ഈ ജലരൂപത്തിലുള്ള ആഹുതികൾ സൂക്ഷ്മരൂപം പ്രാപിച്ച് അപൂർവമായി തീർന്ന് യജമാനനെ മരണാന്തരം
പിതൃലോകത്തിലൂടെ ദ്വിലോകത്തിൽ എത്തിക്കുന്നു. അസൗ വൈ ലോകോ അഗ്നിഗൗതമ തസ്യ ആദിത്യേവ സമിത്ത് രശ്മയോ ധൂമഃ അഹരർച്ചിഃ ദിശോ അങ്കാരാः അവാന്തരദിശോ വിസ്ഫുലിംഗാः തസ്മിന്നേതസ്മിന്നഗ്നോ ദേവാः ശ്രദ്ധാ ജുഹ്വത് തസ്യാഹുത്യൈ സോമോ രാജാ ഭവതി. അങ്ങനെ അവർ ചെയ്യുന്ന ആ ആഹുതിയുടെ സൂക്ഷ്മരൂപം ആ ദ്വിലോകത്തിന്റെ അഗ്നിയിൽ അവർ ഹോമിച്ചിട്ട് അതിൽ നിന്നും സൂക്ഷ്മരൂപമായി പരിണമിച്ച ആഹുതികൾ യജമാനന് ചന്ദ്രലോകത്തിൽ ജലവുമായൊരു സൂക്ഷ്മാംശത്തെ ഉണ്ടാകും. ചന്ദ്രലോകത്തിൽ വെള്ളമുണ്ട്, ഉപനിഷത്ത് അന്നേ പറഞ്ഞാണ്. അതുകൊണ്ട് ചന്ദ്രലോകത്തിലെ ജലരൂപമായ ഒരു സൂക്ഷ്മ സ്വരൂപത്തെ സൃഷ്ടിക്കുകയാണ് ഈ ആഹുതി കൊണ്ട് ചെയ്യുന്നത്. സൂര്യനാണ് ചന്ദ്രനെ പ്രകാശിപ്പിക്കുന്നത്. സൂര്യനില്ലെങ്കിൽ ചന്ദ്രനില്ല. അതുകൊണ്ടാണ് സൂര്യനിലേക്ക് ദേവന്മാർ ശ്രദ്ധാപൂർവം ആഹുതികൾ ചെയ്ത് സൂര്യൻ പകൽ കത്തി സമ്പൂർണമായിട്ടും ഹോമം ചെയ്യുന്നത് പോലെ വൈകുന്നേരം എരിഞ്ഞടങ്ങി കനലായി അവശേഷിക്കുമ്പോൾ അതിൽ നിന്നും ഇവർ ഹോമിച്ച ഈ ശ്രദ്ധ വൈകുന്നേരം കട്ടിപിടിച്ച് ചന്ദ്രനായി പരിണമിച്ച് ജലാംശമായി മാറും. എന്താണ് ഈ അഗ്നിയിൽ നിന്നുമാണ് വെള്ളം ഉണ്ടാകുന്നത്. കാരണം അഗ്നിയുടെ ആ തീയുടെ മുകളിലേക്ക് ഗമിക്കുന്ന അംശത്തിൽ നിന്നും നീര് ആവി എന്നാണ്. ആവിയിൽ നിന്നുണ്ടാകുന്ന നീരാണ്, വെള്ളമാണ്. അങ്ങനെ ഈ സൂക്ഷ്മദേഹം, ജലരൂപമായ സൂക്ഷ്മദേഹത്തെ സൃഷ്ടിച്ചു. അതാണ് ചന്ദ്രൻ എന്ന് ഇവിടെ പറയാൻ കാരണം. ആഹുതികൾ ദ്രവ്യരൂപമായതുകൊണ്ട് അവയെ വെള്ളം എന്ന് ലാക്ഷണികമായി വ്യവഹരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇവരെ വാസ്തവത്തിൽ ഇവിടെ ഹോമിക്കപ്പെട്ടത് ഇവരുടെ ശ്രദ്ധയാകുന്ന അംശത്തെയാണ്. അത് സൂക്ഷ്മാംശമാണ്. അത് വാസ്തവത്തിൽ അഗ്നി തന്നെയാണ്. പക്ഷേ ആ അഗ്നിയിൽ ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്ന ജലാംശം ഹോമം തീർന്നപ്പോൾ അത് അവശേഷിച്ചു. അവശേഷിച്ച ജലാംശം കട്ടിപ്പിടിച്ച് ഒരു സ്വരൂപമായി തീർന്നു. അത് ചന്ദ്രനായിട്ട് മാറി. അങ്ങനെ സൂര്യനിൽ നിന്നും എങ്ങനെ ചന്ദ്രനുണ്ടായി എന്ന് ശാസ്ത്രീയമായും യുക്തിസഹമായും ആധ്യാത്മികമായ പക്ഷത്തിൽ കൂടി ഈ ഒറ്റ മന്ത്രത്തിൽ ചന്ദ്രന്റെ സൃഷ്ടി മനോഹരമായി ആക്കാൻ. ഒരുപക്ഷെ ഒരു ശാസ്ത്രജ്ഞനും കണ്ടെത്താത്ത ഒരു വൈഭവമാണ് എങ്ങനെ ചന്ദ്രൻ ഉണ്ടായി എന്ന്. കാരണം സൂര്യനിൽ നിന്നും എങ്ങനെ വേർപെട്ടു ഈ ചന്ദ്രൻ? എല്ലാ ഗോളങ്ങളും എല്ലാ ഗ്രഹങ്ങളും അതിന് വേർപെട്ടതാണ് എന്ന് ശാസ്ത്രം ഇപ്പം സമ്മതിക്കുന്നുണ്ട്. പക്ഷേ ഉപനിഷത്ത് എന്നേ ഇത് നമ്മുടെ മുമ്പിൽ ശ്രദ്ധാപൂർവം അവതരിപ്പിച്ച ഒരു മനോഹരമായ മന്ത്രമാണ്. അത് ആധുനിക ശാസ്ത്ര അതുപോലെ സൂര്യൻ എരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണെന്നും അന്നേ മനസ്സിലാക്കിയിരുന്നു. എരിഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് സൂര്യൻ, കത്തിജ്വലിക്കുന്നതാണ് സൂര്യൻ എന്ന്. അതെ, പുതിയ അല്ല, അതാ പറഞ്ഞത്. മോഡേൺ വിദ്യാർത്ഥികൾ, ആധുനിക വിദ്യാർത്ഥികൾ ഈ ഒറ്റ മന്ത്രം പഠിച്ചാൽ മതി. എങ്ങനെയാ അറിഞ്ഞിരുന്നു ഉള്ള കാര്യം പറയുന്നില്ല. ഇത് പഠിക്കുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നും. കാരണം ഇത് ആദ്യത്തെ ലൈൻ വായിച്ച് വ്യാഖ്യാനിച്ചപ്പോൾ തന്നെ എനിക്ക് തോന്നുമായിരുന്നു ഇതിന് ഈ ഉപനിഷത്തിൽ സൂര്യന്റെ ഈ പ്രതിഭാസത്തെ കുറിച്ച് പറയുന്നല്ലോ. അതെ 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 അത് എത്ര മനോഹരമായിട്ട് വർണ്ണിക്കും. അവിടെ ദ്വിലോകമാണ്, അതിലെ അഗ്നിയാണ്, അത് ആദിത്യനാണ്, അവിടുത്തെ വിറക്. അതിങ്ങനെ അവിടെ കത്തി എരിഞ്ഞ് തീർന്ന് വൈകുന്നേരം കനലാകും. അതിൻ്റെ രശ്മികളെ ധൂമം എന്ന് എന്ത് ചെയ്തു, ഭാവന ചെയ്ത് ഉപമിച്ച് വിളിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ശാസ്ത്രത്തെ എത്ര പരിചയമുള്ള കാര്യങ്ങളുമായിട്ടാ മനസ്സിലാക്കി. എത്ര വലിയ ശാസ്ത്രത്തെയാണ് അവിടെ ന്യൂക്ലിയർ ഫ്യൂഷൻ നടക്കുന്നതിന് ഇവിടെ വിറകേറിയിരിക്കുന്നതും അതുപോലെ നമുക്ക് പരിചയമായ വസ്തുവായിട്ട്. അതുപോലെ പകലെന്ന് പറയുന്ന വെളിച്ചം അതിന്റെ അക്ഷിഫാണ്. ദിക്കുകള് അങ്കാരങ്ങളാണ്. അവാന്തര ദിക്കുകൾ വിസ്ഫുലിംഗങ്ങളാണ്. ഈ അഗ്നിയിൽ ദേവന്മാര് ശ്രദ്ധാപൂർവം ഹോമിച്ചപ്പോൾ
ആ ആഹുതിയിൽ നിന്നും സോമൻ എന്ന രാജാവ് സംഭവിച്ചു. അപ്പം എന്താണ് ഇതിലെ സൂര്യന്റെ അംശം, ആ സൂര്യന്റെ തേജസ്സിന്റെ അംശം ലയിച്ച് ലയിച്ച് ഇല്ലാതായി തീർന്ന സമയത്ത് അതിൽ നിന്നും ജലാംശ രൂപത്തിലുണ്ടായതാണ് ചന്ദ്രൻ എന്നും ചന്ദ്രനിൽ വെള്ളമുണ്ടെന്ന് ഉറപ്പാണെന്ന് ഋഷി അന്ന് തന്നെ സ്ഥാപിച്ചു. ജലവുമാണ് ചന്ദ്രൻ. അപ്പൊ അന്വേഷിച്ച് പോകുമ്പോൾ നമുക്ക് കണ്ടുപിടിക്കാൻ നല്ലൊരു വഴിയാണ്. അതാണല്ലോ ഇപ്പൊ അന്വേഷിച്ച് തീർച്ചയാക്കുന്നത് തന്നെയാണ്. ഉണ്ടെന്നുള്ളത് നിശ്ചയിച്ചു, അത് അതെ, മനസ്സിലാക്കി. ഉണ്ട്. ഋഷി അന്ന് തന്നെ പറഞ്ഞു വെച്ചാണ്. ഇത് എങ്ങനെ അദ്ദേഹം കണ്ടുപിടിച്ചു എന്ന് എനിക്കറിയില്ല. അതെ അതെ എന്തായാലും ഈ രാജാവിന്റെ ഈ ജ്ഞാനം നമ്മുടെ ആർഷ പാരമ്പര്യത്തെ മുഴുവൻ തകിടം മറിക്കുന്ന ഒരു ചിന്തയാണ്. അതെ, അന്നേ എങ്ങനെ അറിഞ്ഞു എന്നുള്ളത് അത് അതെ, മറ്റൊരു കാര്യം. പക്ഷേ അവർക്ക് അന്നേ ഇത് മനസ്സിലായിരുന്നു എന്നുള്ളത് വ്യക്തമാണ്. ഈ പ്രവാഹനൻ ഗൗതമൻ ഉപദേശിച്ചു കൊടുക്കുന്ന നോക്കോ തിരിച്ചല്ല, എത്രയോ വർഷത്തിന് മുൻപാണ്. എത്രയോ കാലം. അല്ല, അന്ന് ആ കാലത്ത് തന്നെ ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് അവർ പഠിച്ചിരുന്നു എന്നുള്ളത് സംശയമില്ല. അല്ലെങ്കിൽ വിറക് പോലെ എരിയുന്നു എന്ന് പറയുന്നു. കാരണം അത് എരിയുവാണ് എന്നുള്ളത് അവർ മനസ്സിലാക്കിയിരുന്നു. അതല്ലേ, നമ്മൾ ഈ ഉപനിഷത്ത് വേദാന്തം എന്ന് പറഞ്ഞ് എന്ന് മാറ്റി വെച്ചോ അന്ന് നമ്മുടെ ശാസ്ത്രജ്ഞാനൊക്കെ എന്ത് ചെയ്തു, അസ്തമിച്ചു. സാർ, ഇതിന്റെ ബേസിലാണല്ലോ പണ്ട് മഴ ഉണ്ടാകുന്ന എങ്ങനെയെന്നുള്ള കുട്ടികളെ പഠിപ്പിക്കുന്നത്. കുട്ടികളെ പഠിപ്പിക്കുന്നത്. അതെ അതെ, പണ്ടുണ്ട്. അതെ 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 അതെ, നീരാവിയായി അത്രേ ഉള്ളൂ. നീരാവിയായിട്ട് മുകളിലോട്ട് പോയിട്ട് അത് വെള്ളമായിട്ട് താഴേക്ക് പെയ്ത് വരുന്നതാണ്. അതേ ഉള്ളൂ. അതിന്റെ കുട്ടികളെ പഠിപ്പിക്കുമ്പോ ഇതാണല്ലോ പഠിപ്പിക്കുന്നത്. ഇതല്ലേ ബേസ് വെച്ച് പഠിക്കുന്നത്. അതെ അതെ, ബേസ് തന്നെ. ഓക്കെ, താങ്ക് യു സാർ. അസൗ വൈ ലോകോക്തൗതമാം തസ്യ ആദിത്യേവ സമിത്ത് രശ്മയോ ധൂമഃ അഹരർച്ചിഃ ദിശോ അങ്കാരഃ അവന്തർദിശോ വിസ്ഫുലിംഗാഃ തസ്മിന്നേതസ്മിന്നഗ്നൗ ദേവാഃ ശ്രദ്ധം ജുഹ്വതി തസ്യ ആഹുതി സോമോ രാജാ സംഭവതി. അസൗ വൈ ലോകോക്തൗതമാം തസ്യ ആദിത്യേവ സമിത്ത് രശ്മയോ ധൂമഃ അഹരർച്ചിഃ ദിശോ അങ്കാരാഃ അവാന്തരദിശോ വിസ്ഫുലിംഗാഃ തസ്മിന്നേതസ്മിന്നഗ്നൗ ദേവാഃ ശ്രദ്ധാം ജുഹ്വതി തസ്യ ആഹുതി സോമോ രാജാ സംഭവതി. പർജന്യോ വാ അഗ്നിർഗൗതമാം തസ്യ സംവത്സരേ എവ സമിത്ത് അഭ്രാണി ധൂമഃ വിദ്യുദർച്ചി അശനിരങ്കാരാഃ ഭ്രാത് ഉനയോ വിസ്ഫുലിംഗാഃ തസ്മിന്നേതസ്മിന്നഗ്നൗ ദേവാഃ സോമം രാജാനം ജുഹ്വതി തസ്യ ആഹുത്യേ വൃഷ്ടിഃ സംഭവതി. പർജന്യൻ മേഘം എന്നാണ്. അതിനെ വൃഷ്ടിയുടെ ദേവതയായിട്ടാണ് ഉപനിഷത്ത് പറയുക. തീർച്ചയായിട്ടും മേഘം ഒരു ദേവത തന്നെയാണ്. കാരണം ഈ നീരാവി ഘനീഭവിച്ച് മേഘമായിട്ട് മാറുക. അപ്പൊ പർജന്യോവ അഗ്നി ഗൗതമ, ഹേ ഗൗതമ, ഈ പർജന്യൻ അഗ്നിയാണ്. അതിനെ അപ്പൊ ഇനിയും ഇങ്ങനെ ഇവിടെ കട്ടിപിടിച്ച മേഘം എന്നൊരു വിഷയത്തേക്ക് നമ്മൾ എത്തി. ഇപ്പം അതാണ് സോമൻ എന്ന് വിളിച്ചത്, അതാണ് ചന്ദ്രൻ. ആ ചന്ദ്രന്റെ അംശം തന്നെയാണ് ഇവിടെ ഘനീഭവിച്ച് നിൽക്കുന്ന മേഘം. അതിൽ നിന്നാണ് മഴയുണ്ടാകുന്നത്. അതെങ്ങനെ മഴയുണ്ടാകുന്നു കാണിക്കാൻ തസ്യ സംവത്സരേവ സമിത്ത്, അതിനെ സംവത്സരം വിറകാണ്. ഈ പർജന്യൻ എന്ന അഗ്നിക്ക് സംവത്സരങ്ങൾ വിറകാണ്. അഭ്രാണി ധൂമഃ, ആകാശം ധൂമമാണ്. അഭ്രം, വെളുത്തിരിക്കുന്ന ആകാശവാളികൾ ധൂമങ്ങളാണ്. വിദ്യുത് അർച്ചിഹി, മിന്നൽ ജ്വാലയാണ്. അശനിഹി അങ്കാരാഹ, ഇടിവെട്ട് കനലാണ്. ഭ്രാത്, ആ അഗ്നിയിൽ നിന്നും ഇടിമുഴക്കം തീപ്പൊരികളാണ്. ഭ്രാതുനയഃ വിസ്ഫുലിംഗാഹ, ആ എന്താണ് ഇടിവെട്ട് കനലാണ്. ഇടിയുടെ മുഴക്കം, ഇടി വെട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ മുഴക്കം ഇങ്ങനെ ധ്വനിച്ച് ചുറ്റും കുറേ സമയങ്ങൾ നിൽക്കും. അത് തീപ്പൊരികളാണ്.
തീ കെട്ടടങ്ങിയാലും തീപ്പൊരികൾ അതിൽ നിന്നും കാറ്റത്ത് ഇങ്ങനെ ജ്വലിക്കുന്നത് പോലെ ആ അഗ്നിയിലെ തസ്മിൻ അഗ്നവും ദേവാഹ സോമൻ രാജാനം യുഹതി. മുമ്പ് കിട്ടിയ സോമൻ എന്ന രാജാവിന് ഈ പർജന എന്ന അഗ്നിയിലേക്ക് ദേവന്മാരെ ഹോമം ചെയ്യുന്നു. അപ്പോൾ ആഹുതി വൃഷ്ടി സംഭവതി. അങ്ങനെ എന്തുണ്ടാകുന്നു? മഴയുണ്ടാകും. ഓ, അത്ര മനോഹരായി. രണ്ടാമത്തെ അഗ്നിയിലുള്ള ആഹുതി. ആദ്യത്തെ ആഹുതി കൊണ്ട് ആണ് സോമൻ ഉണ്ടായത്. രണ്ടാമത്തെ ആഹുതി കൊണ്ട്, അത് ഉപാസനയ്ക്ക് വേണ്ടിയാണ് ഈ ആഹുതികളൊക്കെ, വൃഷ്ടിദേവതയെ അഗ്നിയായിട്ട് സങ്കല്പിച്ചു. അതാണ് മേഘം. ആ വൃഷ്ടിയുടെ അംഗങ്ങളെ അഗ്നിയുടെ അംഗങ്ങളായും ഉപഅംഗങ്ങളായും ഒക്കെ അതിനെ വിവരിച്ചിരിക്കുകയാണ്. ഋതുക്കളുടെ പരിണാമത്തിലാണ് വർഷകാലം ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് സംവത്സരം എന്ന് പറയാൻ കാരണം. തസ്യ സംവത്സരേവ സമിത്ത്. എന്നും മഴയില്ലല്ലോ. ഋതുക്കൾ പരിണമിച്ചു വരുമ്പോഴാണ് എന്തുണ്ടാകുന്നത്? വർഷകാലം ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഋതുക്കളുടെ സമാഹാരമായ സംവത്സരത്തെ വിറകായി പങ്കെടുത്തു. ഋതുക്കളുടെ ഒരു സമാഹാരമാണല്ലോ വർഷം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് വർഷകാലം ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഋതുക്കളുടെ സമാഹാരമാകുന്ന ഒരു വർഷത്തെ, സംവത്സരത്തെ വിറകായിട്ട് സങ്കല്പിച്ചു. മേഘങ്ങൾ പുക പോലെ കറുത്തതാണ്. ആ പുകയിൽ നിന്നുമാണ് ആ പുകയിൽ നിന്നും ഉണ്ടാകുന്നതാണ് ഈ കറുത്ത മേഘങ്ങളൊക്കെ. പുക പോലെയാണ് മേഘങ്ങളൊക്കെ. ഇതുപോലെയാണ് മറ്റ് സാമ്യങ്ങളും കാണാം. മിന്നൽ ആ അഭ്രാണിധൂമ വിദ്യുതർച്ചി, മിന്നലാകുന്ന വെളിച്ചം, അശനിയാകുന്ന അങ്കാരം, ഹ്രാതുനയങ്ങളായ വിസ്ഫുലിംഗങ്ങൾ, ഇതെല്ലാം ഇതിൻ്റെ അംഗങ്ങളാണ്, അവയവങ്ങളാണ്. അതിൽ ശ്രദ്ധയെന്ന് പറയുന്ന ജലരൂപമായ ആഹുതികൾ പർജന്യൻ എന്നു പേരുള്ള അഗ്നിയിലേക്ക്, മേഘത്തിൽ അഗ്നി ഇല്ല എന്ന് പറയാൻ പറ്റില്ല, മിന്നലുണ്ടാകുന്നുണ്ട്. മേഘത്തിൽ നിന്നാണ് മിന്നലുണ്ടാകുന്നത്. മിന്നൽ വിദ്യുത്താണ്, വൈദ്യുതിയാണ്. അതിനെന്തുണ്ട്? അഗ്നിയുണ്ട്. അതുകൊണ്ട് ആ മേഘത്തെ ഇവിടെ അഗ്നിയായിട്ട് സങ്കല്പിച്ചു. അവിടെ പർജന്യ രൂപത്തിലുള്ള അഗ്നി രണ്ടാമത്തെ ആഹുതിയിൽ മഴയായി പരിണമിച്ചു വരുന്നു. എങ്ങനെ മഴയുണ്ടാകുന്നു എന്ന് കുറച്ചുകൂടി വിദഗ്ധമായ ഒരു ഭാഷയിൽ, ശാസ്ത്രീയമായിട്ടും ആധ്യാത്മികമായിട്ടും അതേപോലെ നമുക്ക് കൗതുകമുണ്ടാക്കുന്ന ഒരു അനുക്രമമായ വഴിയിൽ കൂടി മഴയുണ്ടാകുന്നത് എങ്ങനെയാണ് എന്ന് ഈ രണ്ടാമത്തെ മന്ത്രത്തിൽ വിവരിച്ചു. അപ്പൊ ചന്ദ്രൻ ഏതാണ്ട് ഒരു വർഷത്തെ ഈ നീരാവി എല്ലാം ശേഖരിക്കപ്പെട്ടാണല്ലോ മഴ. അതിന് മഴ ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് വർഷ ഋതുവിനെ സംവത്സരമായിട്ട് സങ്കല്പിച്ചത്. അത്രയാണ്. അതിൽ വിദ്യുത്തുണ്ട്. അതെ, കാരണം അഗ്നിയാണ്. അതുകൊണ്ടാണ് വിദ്യുത്തുള്ളത്. അതുകൊണ്ട് അഗ്നി രൂപമായിട്ട് മേഘത്തെ സങ്കല്പിച്ച് അതിലേക്ക് അവരെന്ത് ചെയ്തു? ഹോമിച്ചു. ആ രണ്ടാമത്തെ ആഹുതി കൊണ്ട് അതിൽ നിന്നുണ്ടായി മഴയുണ്ടായി. അങ്ങനെ മേഘങ്ങളിൽ നിന്നും മഴയുണ്ടായി എന്നുള്ളൊരു സത്യത്തെ ആധ്യാത്മിക ദൃഷ്ടിയെ കൂടി രണ്ടാമത്തെ ഇത് പിടിന്ന് എന്ത് വിദഗ്ധമായിട്ടാണ് ചോദ്യങ്ങളുടെ മറുപടി. നാലാമത്തെ ചോദ്യത്തിന് മറുപടി വിശദമായിട്ട് പറഞ്ഞു. ഇത് അറിഞ്ഞാൽ പിന്നെ മറ്റു ചോദ്യങ്ങളൊക്കെ ഒത്ര എളുപ്പമാണ്. അന്നത്തെ ഈ മുനിമാരെല്ലാം എത്രമാത്രം ഈ പ്രകൃതിയെ നിരീക്ഷിച്ചിരുന്നു, എത്രമാത്രം നന്നായിട്ട് കണ്ടുപഠിച്ചു, കണ്ടു പഠിച്ചു. അതാണ് ഇന്ന്. പക്ഷെ അങ്ങനെ പഠനം നാം നടക്കുന്നില്ല. ആദരിക്കും സ്നേഹിക്കുകയൊക്കെ ചെയ്യും, എല്ലാം നശിപ്പിക്കും. ഈ രണ്ടേ ഉള്ളൂ. പക്ഷെ അന്ന് പഠിച്ചിരുന്നു. ശരി, അത് നമുക്ക് ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ ഇതെല്ലാം സാധാരണ ജനങ്ങളോ ആരെങ്കിലും അറിയുന്നുണ്ടോ? ഉപനിഷത്ത് പഠിച്ചെങ്കിലും അറിയൂ. ഉപനിഷത്തിൽ ഇത്തരം കാര്യങ്ങൾ വല്ല
ശാസ്ത്രം വല്ലതും പ്രതിപാദിക്കുന്നതാണ് ഉപനിഷത്തെന്ന് അതെ അതെ, ആരോടെങ്കിലും പറഞ്ഞാൽ ആരും വിശ്വസിക്കുന്നത് പോലും ഒരിക്കലും വിശ്വസിക്കില്ല. ഇപ്പൊ നമ്മൾ നേരിട്ട് അനുഭവിച്ചപ്പോഴാണ് നമുക്ക് അതിനൊക്കെ ഒരു ബഹുമാനം ഉണ്ടാകാൻ കാരണമായത്. ഈ 10 ഉപനിഷത്തിൽ കൂടെ നമ്മളിങ്ങനെ പോയി കടന്നു അത് പോകുമ്പോ എന്തെന്ത് സത്യങ്ങളാണ് കണ്ടേ. ഇത് അതും സാർ ഇത് അതിന്റെ ഈ മറ്റ് പരിവേഷമെല്ലാം എടുത്തു മാറിയിട്ട് ആ ശാസ്ത്രീയമായിട്ടുള്ള മുഖത്തെ അതുപോലെ കാണുന്നത് കൊണ്ട് അതെ, അതും കൂടി കാണിക്കണമല്ലോ, എന്നാലല്ലേ നമുക്കത് ശരിക്കും അറിയാൻ പറ്റുള്ളൂ. ഇത് ഏതാണ്ട് പറയാം. ഇറക്കുകയാണെങ്കിൽ ഏതാ? പുസ്തകമായിട്ട് ഇറക്കുകയാണെങ്കിലേ ആ കുറച്ചൊക്കെ അതെ അതെ, അതെ അല്ല, അതെ, സാറേ, ജനങ്ങളിലേക്ക് എത്തിക്കണം. അല്ല ഉപനിഷത്തുകളിലെ ശാസ്ത്രങ്ങൾ എന്നും പറഞ്ഞിട്ട് ഒരു ശാസ്ത്രീയത പുസ്തകം നമുക്ക് അടുത്ത ഇത് ഡോക്ടറേറ്റ് മാത്രമായിട്ട് ഈ എല്ലാ ഉപനിഷത്തിലെയും ശാസ്ത്രീയാംശങ്ങളെ മാത്രം അതെ നമുക്ക് ഒന്ന് വേഗം ഒന്ന് കടന്നു പോയിട്ട് ചെയ്യാവുന്ന അതെല്ലാം കോപ്പി ചെയ്തിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. അതായത് പ്രത്യേകിച്ച് ഈ കാലത്ത് അതെല്ലാവർക്കും മനസ്സിലാകുന്ന കാര്യമാണ്. അതെ 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 അതെ, ആവശ്യവുമാണ്. ഏതെങ്കിലും ഇതെല്ലാം പഠന വിഷയമായിട്ട് വരികയും ചെയ്യും. പക്ഷെ അതെ അതെ, എന്നാലും അങ്ങനത്തെ പുസ്തകം ഇപ്പൊ ഇല്ലല്ലോ. ഇല്ല. അപ്പൊ ആ ഉപനിഷത്തുള്ള ആദരവ് കൂടും. നമുക്ക് വായിക്കാൻ ബുദ്ധിമുട്ടല്ലേ, അപ്പൊ ഇതിന്റെ ഒരു അതെ അതെ അതെ, നിങ്ങളുടെ സഹായം ഉണ്ടെങ്കിൽ ശ്രമിക്കാം. അത് സാറ് മുമ്പോട്ട് വന്നാൽ മതി. അപ്പം സാറ് ഞങ്ങളെ പഠിപ്പിച്ചത് ഞങ്ങൾക്ക് ഒന്നുകൂടെ ഒന്ന് നോക്കുകയും ചെയ്യാം. അതെ അതെ, അങ്ങ് നോക്കി ഏതൊക്കെ ഭാഗമാണ് നോട്ട് ചെയ്ത് നമുക്ക് ഒന്ന് കുറിച്ച് വെച്ചാൽ അടുത്ത ഡോക്ടറേറ്റ് അതാകട്ടെ സാറിന്. ഡോക്ടറേറ്റ് ഒന്നും വലിയ കാര്യമൊന്നുമില്ല. അതെ, ഡോക്ടറേറ്റ് അല്ല, കാര്യം അറിയിക്കാന്നുള്ളത്. ഇങ്ങനൊരു പുസ്തകം, അതായത് നമ്മള് സാറിന്റെ അതായത് ഇപ്പോ എത്രമാത്രം സനാതനത്വത എത്രമാത്രം യൂസ്ഫുൾ ആണ് എന്നുള്ളത് ഇപ്പൊ ആൾക്കാർക്ക് മനസ്സിലായി. എന്ന് പറഞ്ഞതുപോലെ ഇത് അതായത് ഉപനിഷത്തിനെ കുറിച്ച് എല്ലാവരും ധരിച്ചു വെച്ചിരിക്കുന്നത് വെറും വേദാന്തം എന്നാണ്. അതിനകത്ത് ഇതേമാതിരി ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ടെന്നോ അല്ലെങ്കിൽ ഇതേമാതിരിയുള്ള കാര്യങ്ങൾ അന്നത്തെ ഋഷിമാര് ഒബ്സർവ് ചെയ്തിരുന്നു എന്നോ അവർക്കറിയാമായിരുന്നുവെന്നോ ഒന്നും ആർക്കും അറിയില്ലല്ലോ. അപ്പം അതുമല്ല, ആരും ആ ഒരു ഭാഗം മുമ്പോട്ട് കൊണ്ടുവന്ന് എല്ലാവർക്കും പരിചയപ്പെടുത്താൻ ശ്രമിക്കുന്നുമില്ല. അങ്ങനെയല്ല. അങ്ങനെ ഒരു സംഗതി വന്നു കഴിഞ്ഞാൽ ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ ഇൻപുട്സ് അതിനകത്ത് തരാം. നിങ്ങളെല്ലാം കൂടെ സഹകരിച്ചാൽ നമുക്കത് വേണ്ടി ശ്രമിക്കാം. ഈ ഉപനിഷത്തുള്ള തീർന്നാൽ അടുത്ത യത്നം അതാവാം. അതുകൊണ്ടാണ് ഇങ്ങനെ വള്ളത്തോട് പറഞ്ഞത്, പാരനുള്ള അടിക്കല്ല് പാർത്ത് കണ്ടറിഞ്ഞവർ അല്ലേ? അതെ അതെ, അവരാണിത്, ഋഷിമാര്. പർജന്യോ വാ അഗ്നിർഗൗതമാം തസ്യ സംവത്സരേവ സമിത്ത് അഭ്രാണി ധൂമഃ വിദ്യുദർച്ചേ അശനിരങ്കാരാഃ ഭ്രാതുനയോ സ്ഫുലിംഗാഃ തസ്മിന്നേതസ്മിന്നഗ്നോ ദേവാഃ സോമം രാജാനം ജുഹ്വതി തസ്യാഹുത്യേ വൃഷ്ടിഃ സംഭവതി. പർജന്യോ വാ അഗ്നിർഗൗതമാം തസ്യ സംവത്സരേവ സമിത്ത് അഭ്രാണി ധൂമഃ വിദ്യുദർച്ചിഃ അശനിരങ്കാരാഃ പ്രാദുനയോ വിസ്ഫുലിംഗാഃ തസ്മിന്നേതസ്മിന്നഗ്നോ ദേവാഃ സോമം രാജാനം ജുഹ്വതി തസ്യാഹുത്യേ വൃഷ്ടിഃ സംഭവതി. അയം വൈ ലോകോऽഗ്നിർഗൗതമാം തസ്യ പൃഥിവ്യേവ സമിത്ത് അഗ്നിർധൂമഃ രാത്രിരർച്ചിഃ ചന്ദ്രമാങ്കാരാഃ നക്ഷത്രാണി വിസ്ഫുലിംഗാഃ തസ്മിന്നേതസ്മിന്നഗ്നോ ദേവാഃ വൃഷ്ടിം ജുഹ്വതി തസ്യ ആഹുത്യ അന്നം സംഭവതി. ഇതുവരെ അസൗ എന്നാ പറഞ്ഞത്, കാരണം ആ ലോകം ഏതാണ്? ദ്യുലോകം. ഇപ്പൊ പറയുന്നത് അയം വൈ ലോകഃ, ഈ ലോകം. നോക്കൂ, വാക്ക് മാറുന്നേ ഉള്ളൂ. അസൗ അയം, അയം ലോകഃ, ഈ ലോകം, വൈ തീർച്ചയായിട്ടും, അഗ്നി ഗൗതമ, ഹേ ഗൗതമ, ഈ ലോകം, ഭൂലോകം, ഈ പൃഥ്വി എന്ന ഭൂലോകം ഒരു അഗ്നി തന്നെയാണ് ഗൗതമ. തസ്യ പൃഥ്വിയേവ സമിത്ത്, അതിന്റെ സമിത്ത് ഈ ഭൂമിയാണ്. അഗ്നി ധൂമഃ, അതിന്റെ
എന്താണ് അഗ്നി ധൂമമാണ്. കാരണം ഭൂമി ചുട്ടുപഴുത്തിരിക്കാൻ നമുക്ക് എപ്പോഴും അറിയാം. കാരണം ഭൂമിയിലേക്ക് വെള്ളം ഒഴിച്ചാൽ അതിൽ നിന്നും ഒരു പുക പോലെ നീരാവി മുകളിലേക്ക് വരും. അതതിൻ്റെ ധൂമമാണ്, അതിൻ്റെ പുകയാണ്. അപ്പൊ ഈ പൃഥ്വി ഒരു അഗ്നിയാണ്, സമിത്താണെന്നുള്ള ഉറപ്പായി. അതിന് വേറൊന്നും ചിന്തിച്ചു പോകണ്ട. വെള്ളം ഒഴിച്ചാൽ അപ്പം നമുക്കറിയാം. അപ്പം പൃഥ്വി തന്നെയാണ് വിറക്. പൃഥ്വിയേവ സമിത്ത് അഗ്നിർധൂമ രാത്രിർച്ചി. എന്താണ്? രാത്രിയാണ് അതിൻ്റെ കനല്. രാത്രി അതിൻ്റെ കനലാണ്, ഭൂമിയുടെ കനലാണ് രാത്രി. ചന്ദ്രമ അങ്കാരാഹ, ചന്ദ്രൻ അതിൻ്റെ അങ്കാരങ്ങളാണ്, അതിൻ്റെ പ്രകാശരശ്മികളാണ്. നക്ഷത്രാണ് വിസ്ഫുലിംഗാഹ, നക്ഷത്രങ്ങൾ തീപ്പൊരികളാണ്. തസ്മിൻ ഏതസ്മിൻ അഗ്നവും, ഈ അഗ്നിയിൽ ദേവാഹ വൃഷ്ടിം ജുഹ്വതി, ദേവന്മാർ മഴയെ ഹോമിക്കുന്നു. മഴ എവിടേക്കാ വീഴുക? ഭൂമിയിലേക്ക്. ഭൂമിയിലേക്ക് പെയ്യുന്ന മഴ ഒരു ഹോമമാണെന്ന് പറയാം. അത് നമ്മളാരും അല്ല ഇത് ചെയ്യുന്നത്. ആര് തന്നെയാണ്? ദേവൻ തന്നെയാണ്. അത് അങ്ങനെ പറയാൻ കാരണം ഭൂമിയിലേക്ക്, ചുട്ടുപഴുത്തിരിക്കുന്ന ഭൂമിയിലേക്ക് വെള്ളം വീഴുമ്പോൾ അഗ്നിസമാനമായ ഈ ഭൂമിയിൽ നിന്നും പുക ഉണ്ടാകുക സ്വാഭാവികമാണ്. ഇത് ഹോമം തന്നെയാണ്. അങ്ങനെയുള്ള ആ അഗ്നിയിലെ തസ്മിൻ ഏതസ്മിൻ അഗ്നൗ ദേവാഹ വൃഷ്ടിം ജുഹ്വതി തസ്യാഹ, അതിൽ നിന്നും ആഹുത്യ, ആഹുതിയിൽ നിന്നും അന്നം സംഭവതി. മഴ പെയ്തു കഴിഞ്ഞാൽ എന്തുണ്ടാകും? അന്നം ഉണ്ടാകും. അടുക്കിന് വന്നിരിക്കുകയാണ്. സൂര്യൻ, ചന്ദ്രൻ, മഴ, അന്നം. ഇതെന്റെ ഈ ആശയമായിരിക്കും ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്നത്. അതെ, ഭഗവത്ഗീതയിൽ ഇതെടുത്തിട്ടാണ് കുറെ കൂടെ അടുക്കും ചിട്ടയുമായിട്ട് അവതരിപ്പിക്കുന്നത്. ഇത് ആദ്യം മുതൽ കാര്യകാരണ ഫഹിതം മുതൽ പറഞ്ഞു വരിക. അപ്പം മൂന്നാമത്തെ ആഹുതിയാണ്. രണ്ടാഹുതി പറഞ്ഞു കഴിഞ്ഞു. മൂന്നാമത്തെ ആഹുതിയെ ഭൂലോകമാണ് ഇവിടെ പ്രകാശിപ്പിക്കുന്നത്. അത് ഭൂമിയെ വിറകായിട്ട് സങ്കല്പിച്ചു. വിറക് കൊണ്ടാണല്ലോ അഗ്നി പ്രകാശിക്കുന്നത്. ഭൂമിയിലാണ് ആര് പ്രകാശിക്കുന്നത്? അഗ്നി പ്രകാശിക്കുന്നത്. വിറകിൽ നിന്നും പുകയുണ്ടാകുന്നത് പോലെ ഭൂമിയിൽ നിന്നും അഗ്നി ഉണ്ടാകും. അത് അഗ്നിക്കും പുകയ്ക്കും തമ്മിൽ സാദൃശ്യം പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഈ പുകയുണ്ടായി കഴിഞ്ഞാൽ വിറകിൽ നിന്നും തീജ്വാല ഉണ്ടാകും. അതുപോലെയാണ് ഭൂമിയിൽ നിന്നും അഗ്നിയുടെ പ്രകാശം ഉണ്ടാകുന്നത്. അപ്പോൾ രാത്രി ഉണ്ടാകുന്നു. ആ സാദൃശ്യം കൊണ്ട് രാത്രി തീജ്വാലയാണ്, തീക്കല്ലാണ് ആണെന്ന് സങ്കല്പിച്ചു. ഇങ്ങനെയുള്ള അഗ്നിയെ ഹോമിക്കുമ്പോൾ മുമ്പ് വൃഷ്ടിയായി പരിണമിച്ച ആ ആഹുതികൾ, ഹോമദ്രവ്യങ്ങൾ ഇപ്പോൾ ധാന്യരൂപങ്ങളായി, സസ്യങ്ങളായി പരിണമിക്കും. അത് അന്നമായി. അങ്ങനെ എവിടെ ഉണ്ടായി? ഭൂമിയിൽ അന്നം ഉണ്ടായി. അടുക്കിന് വിഷയങ്ങളിലേക്ക് വരിക. അയം വൈ ലോകോഗ്നിർഗൗതമാം തസ്യ പൃഥ്വിയേവ സമിത്ത് അഗ്നിർധൂമഃ രാത്രിരർച്ചിഃ ചന്ദ്രമാങ്കാരാഃ നക്ഷത്രാണി വിസ്ഫുലിംഗാഃ തസ്മിന്നേതസ്മിൻ അഗ്നൗ ദേവാ വൃഷ്ടിം ജുഹ്വതി തസ്യ ആഹുത്യ അന്നം സംഭവതി. അയം വൈ ലോകോഗ്നിർഗൗതമാം തസ്യ പൃഥ്വിയേവ സമിത്ത് അഗ്നിർധൂമഃ രാത്രിരർച്ചിഃ ചന്ദ്രമാങ്കാരാഃ നക്ഷത്രാണി വിസ്ഫുലിംഗാഃ തസ്മിന്നേതസ്മിൻ അഗ്നൗ ദേവാ വൃഷ്ടിം ജുഹ്വതി തസ്യ ആഹുത്യ അന്നം സംഭവതി. പുരുഷോ വാ അഗ്നിർഗൗതമാം തസ്യ വ്യാത്തമേവ സമിത്ത് പ്രാണോ ധൂമഃ വാഗർച്ചിഃ ചക്ഷുരങ്കാരാഃ ശ്രോത്രം വിസ്ഫുലിംഗാഃ തസ്മിന്നേതസ്മിൻ അഗ്നൗ ദേവാഃ അന്നം ജുഹ്വതി തസ്യാഹ ആഹുത്യൈ രേതഃ സംഭവതി.
പുരുഷോവ അഗ്നിർഗൗതമ. അല്ലയോ ഗൗതമ, ഇവിടെയുള്ള പുരുഷൻ തന്നെ അഗ്നിയാണ്. അന്നമുണ്ടായി, ആ അന്നത്തിൽ നിന്നുമാണ് ഒരു മനുഷ്യൻ ഉണ്ടായത് പറയാൻ പുറപ്പെടുക. അപ്പം ഇവിടെ ഈ മനുഷ്യൻ തന്നെയാണ് അഗ്നി. കാരണം തസ്യ വ്യാപ്തമേവ സമിത്ത്, അവന്റെ തുറന്നിരിക്കുന്ന വായ വിറകാണ്. വ്യാപ്തം എന്ന് വെച്ചാൽ വിസ്തൃതമായ, തുറന്നിരിക്കുന്ന. വ്യാപ്തമേവ തുറന്നിരിക്കുന്ന വായ തന്നെയാണ് സമിത്ത്. പ്രാണോധൂമ, ഈ പ്രാണങ്ങൾ പുകയാണ്. വാഗ് അർച്ചിഹി, വാക്ക് അതിന്റെ വെളിച്ചമാണ്. ചക്ഷുരങ്കാരാഹ, ചക്ഷുഫ് കനലാണ്. ശ്രോത്രം വിസ്ഫുലിംഗാഹ, ചെവി അതിന്റെ വിസ്ഫുലിംഗങ്ങളാണ്, അതിൻ്റെ തീപ്പൊരികൾ. തസ്മിന്നേതസ്മിന്നഗ്നൗ ദേവാഹ അന്നം ജുഹ്വതി, ഈ പുരുഷരൂപമായ അഗ്നിയിലേക്ക് ദേവന്മാർ അന്നത്തെ ഹോമിച്ചു. തസ്യാഹുതി രേതസംഭവി, അങ്ങനെ ഹോമിച്ചപ്പോൾ അതിൽ നിന്നും രേതസ് ഉണ്ടായി, ബീജം ഉണ്ടായി അതിൽ നിന്നും. അപ്പൊ നാലാമത്തെ അഗ്നി, അതിലുള്ള ആഹുതിയാണ് ഇതിൽ പറയുന്നത്. വായ തുറന്ന് സംസാരിക്കുമ്പോൾ വാക്മിത്വം, വാക്കായി തീർന്ന അവസ്ഥ അവനെ പ്രകാശിപ്പിക്കാൻ സഹായിക്കുന്നതുകൊണ്ട് അതിനെ വിറകായി സങ്കല്പിച്ചു. വാക്ക് പ്രകാശമാണ്. കാരണം വായ തുറന്ന് അതിൽ നിന്ന് പുറത്തേക്ക് പ്രകാശിക്കുന്നതാണ് അക്ഷരമാലകളാകുന്ന വാക്കുകൾ. അതുകൊണ്ട് അതിനെ, അവനെ, ഇതാരിൽ നിന്ന് വരുന്നുവോ അവനെ വിറകായി സങ്കല്പിച്ചു. വിറകിൽ നിന്നും പുകയുണ്ടാകുന്ന പോലെ തുറന്ന വായിൽ നിന്നും പ്രാണവായു പുറത്തേക്ക് വരും. നമുക്കറിയാം, വായിൽ നിന്ന് ഹൂന്ന് പുറത്തേക്ക് നമ്മൾ എന്ത് ചെയ്താൽ, ശ്വസിച്ചാൽ അത് പുക പോലെ വരും. പ്രാണവായു പുകയായിത്തീരും. തീജ്വാലകൾ വസ്തുക്കളെ പ്രകാശിപ്പിക്കുന്നത് പോലെ വാക്കുകൾ വിഷയങ്ങളെ പ്രകാശിപ്പിക്കും. കണ്ണും അങ്കാരവും രണ്ടും ചൂടില്ലെങ്കിലും പ്രകാശത്തെ സ്വീകരിക്കുന്നതാണ്. അങ്കാരവും അങ്ങനെയാണ്, കണ്ണും അങ്ങനെ തന്നെയാണ്. കാരണം അത് കനലിൽ കെട്ടടങ്ങിയിരിക്കുന്ന അവസ്ഥയാണ്. തീപ്പൊരികൾ ചെന്നിച്ചിതറുന്നത് പോലെ ചെവി പല ഭാഗത്തും ശബ്ദങ്ങളെ സ്വീകരിക്കും. ഒരു വശത്തല്ല, നാനാദിക്കിൽ നിന്ന് ശബ്ദത്തെ സ്വീകരിക്കും. ഈ അഗ്നിയിലെ അന്നം ഹോമിക്കുമ്പോൾ, അന്നം മുമ്പ് കിട്ടതല്ലേ, മഴയിൽ കൂടി, അതായത് പുരുഷൻ ഭക്ഷണം കഴിക്കുമ്പോൾ അത് രേതസായിട്ട് ബീജമായി പറഞ്ഞു. അപ്പം മനുഷ്യൻ തൻ്റെ വായിലേക്ക് അർപ്പിക്കുന്ന അന്നം ഒരു ഹവിസാണ്. ബ്രഹ്മാർപ്പണം, ബ്രഹ്മഹവിർ, ബ്രഹ്മഗ്നൗ ബ്രഹ്മണാഹുതം, ബ്രഹ്മൈവ തേന ഗന്ധവ്യം ബ്രഹ്മകർമ്മ സമാധിന എന്ന് ഗീത അത് സ്പഷ്ടമാക്കുന്നു. ഇതിൽ നിന്നൊക്കെ എടുത്തിട്ടാണ് ഗീത മനോഹരമാക്കി. ഉപനിഷത്തിന്റെ സാരാംശമാണ് ഗീത എന്ന് പറഞ്ഞുകൊണ്ടാണ്. സർവോപനിഷദോ ഗാവോ ദോക്ത ഗോപാലനന്ദന എന്ന് പറഞ്ഞ വെറുതെ അല്ല. അപ്പം ഈ പുരുഷനാകുന്ന അഗ്നി അവന്റെ വായിൽ എന്ത് ചെയ്യുന്നു, ഈ സമിത്തുകളാകുന്ന അന്നങ്ങൾ ഹോമിക്കപ്പെടും. അപ്പോൾ ആ വായ തുറക്കുമ്പോൾ അതിൽ നിന്നും വരുന്ന പുക സത്യം കഴിഞ്ഞ് വിളിച്ചാൽ മതിയോ? ക്ലാസ്സില. അപ്പൊ തസ്യ വ്യാപ്തമേവ സമിത്ത് പ്രാണോ ധൂമഹ വാഗർച്ചി. അങ്ങനെ പ്രാണൻ പുകയായി, വാക്കുകൾ പ്രകാശസ്വരൂപമായി പുറത്തേക്ക് വന്നു. അവന്റെ മുഖത്തിരിക്കുന്ന കണ്ണുകൾ കനൽക്കട്ട പോലെയാണ്. എപ്പോഴും കവികൾ ഉപമിക്കുക അങ്ങനെയാണ്.
നാരായണീയത്തിലൊക്കെ എന്താണ് കനൽക്കട്ട പോലെയുള്ള കണ്ണുകൾ എന്ന് കണ്ണുകളെ സാധിച്ചിട്ടുന്ന വെറുതെ അല്ല. ചക്ഷുരംഗാരാഹ ശ്രോത്രം വിസ്ഫുലിംഗാഹ, അതിൻ്റെ വിസ്ഫുലിംഗങ്ങൾ നാനാദിക്കിലേക്ക് പാറി പറന്നു പോകും. എങ്ങോട്ടൊക്കെയാ പോകുന്നതെന്ന് അറിയത്തില്ല. അതേപോലെയാണ് ചെവി ശബ്ദത്തെ പിടിച്ചുകൊണ്ടിരുന്ന പല ദിക്കിൽ നിന്നും പിടിച്ചുകൊണ്ടിരുന്നത്. എവിടെ നിന്ന് ആരെങ്കിലുമൊക്കെ ഒച്ചയുണ്ടാക്കിയാലും പറയുകയായാലും മേളായാലും താഴെയായാലും മുമ്പിലായാലും 10 ദിക്കിൽ നിന്നും എന്ത് ചെയ്യും? ശബ്ദത്തെ കൊണ്ട്. അങ്ങനെയുള്ള ഈ പുരുഷരൂപമായ അഗ്നിയിലേക്ക് ദേവന്മാർ ഈ അന്നത്തെ ഹോമിക്കുന്നു. മുമ്പ് കിട്ടിയ അന്നത്തെ നമ്മൾ കഴിക്കുന്നു. ആ ആഹുതിയുടെ പരിണത ഫലമായിട്ടാണ് രേതസ് ഉണ്ടാകുന്നത്. രേതസ് നമ്മൾ ഉണ്ടാക്കുന്നതല്ല, ഈശ്വരദത്തമായ ഒരു കഴിവാണ്. മലമൂത്രങ്ങൾ ജനിക്കുന്നതോടൊപ്പം ഉണ്ടാകും, പക്ഷെ രേതസ് അപ്പം ഉണ്ടാവില്ല. അത് എന്താണ്? തസ്യ ആഹുത്യൈ രേതസം ഭവതി. ദേവന്മാർ 10-12 വർഷം നിരന്തരമായി അന്നരൂപത്തിൽ ചെയ്യുന്ന ആഹുതിയുടെ പരിണത ഫലം നമ്മളാണ് ചെയ്യുന്നത്. പക്ഷെ അതിനെ രേതസാക്കി മാറ്റുന്നത് ഈശ്വര ശക്തി എന്ന ചൈതന്യമാണ്. അപ്പോഴാണ് രേതസ് ഉണ്ടാകുന്നത്. എത്ര ക്രമമായി അനുക്രമമായി മനോഹരമായി ഒരു ബീജ സൃഷ്ടിയെ ആവിഷ്കരിക്കാൻ ഈ ഉപനിഷത്തിനാണ് കഴിയുക. അവിടെയും നമുക്ക് ഋഷിമാരോട് ആദരവും ബഹുമാനവും തോന്നും. വൈദ്യശാസ്ത്രം പോലും കണ്ടുപിടിക്കാനാവാത്ത, ജനിച്ചപ്പോൾ തന്നെ മലമൂത്രങ്ങൾ ഉണ്ടാകുന്നത് പോലെ, തുപ്പലുണ്ടാകുന്നത് പോലെ രേതസ് ഉണ്ടായിക്കൂടെ? ഇല്ലല്ലോ. അപ്പൊ അത്രയും നാള് ദേവന്മാർ അന്നമെന്ന ആഹുതി കൊണ്ട് അവർ ചെയ്ത ആ അന്നാഹുതിയുടെ പരിണത ഫലമായി മാത്രം ഉണ്ടായി വരുന്നതാണ് രേതസ്. പുരുഷോ വാ അഗ്നിർഗൗതമാം തസ്യാത്തമേവ സമിത്ത് പ്രാണോ ധൂമഃ വാഗർഷിഃ ചക്ഷുരംഗാരാഃ ശ്രോത്രം വിസ്ഫുലിംഗാഃ തസ്മിന്നേതസ്മിന്നഗ്നോ ദേവാഃ അന്നം ജുഹ്വതി തസ്യ ആഹുത്യൈ രേതസം ഭവതി. പുരുഷോ വാ അഗ്നിർഗൗതമാ തസ്യ വ്യാപ്തമേവ സമിത്ത് പ്രാണോ ധൂമ വാഗർഷി ചക്ഷുരംഗാരാഃ ശ്രോത്രം വിസ്ഫുലിംഗാഃ തസ്മിന്നേതസ്മിന്നഗ്നോ ദേവാഃ അന്നം ജുഹ്വതി തസ്യ ആഹുത്യൈ രേതസം ഭവതി. ഏഷാ വാ അഗ്നിർഗൗതമാ തസ്യാഹ ഉപസ്ഥമേവ സമിത്ത് ലോമാനി ധൂമഃ യോനിരർച്ചിഃ യദന്തഃകരോതി തേ അംഗാരാഃ അഭിനന്ദാഃ വിസ്ഫുലിംഗാഃ തസ്മിന്നേതസ്മിന്നഗ്നൗ ദേവാരേതോ ജുഹ്വതി തസ്യ ആഹുത്യൈ പുരുഷം ഭവതി. സജീവതി യാവജ്ജീവതി അഥാ യഥാ മ്രിയത്തെ. യോഷാവ അഗ്നിഗൗതമ, സ്ത്രീയും അഗ്നിയാണ് ഹേ ഗൗതമ. യോഷാവ അഗ്നി ഗൗതമ തസ്യാഹ ഉപസ്ഥമേവ സമിതി. അവളുടെ ഉപസ്ഥം സമിത്താണ്. ലോമാനി ധൂമഃ, രോമങ്ങൾ ധൂമങ്ങളാണ്. യോനിഹി അർച്ചിസാണ്, കനൽക്കട്ടയാണ്. യത് അന്തഃകരോതി തേ അങ്കാരാഹ, അതിൻ്റെ അകത്തേക്ക് കടത്തിവിടുന്നത് അങ്കാരങ്ങളാണ്. അഭിനന്ദാഹ വിസ്ഫുലിംഗാഹ, അഭിനന്ദി ഉണ്ടാക്കുന്ന വിസ്ഫുലിംഗങ്ങളാണ്. തസ്മിന്നേതസ്മിന്നഗ്നൗ ദേവാഹ രേതോ ജുഹ്വതി, ആ അഗ്നിയിലെ ദേവന്മാരാണ് ഈ രേതസിനെ ഹോമിക്കുന്നത്. തസ്യാഹുതി പുരുഷത്വം ഭവതി. ആ ഹവനത്തിൽ നിന്നുമാണ് പിന്നെ പ്രജകൾ ഉണ്ടാകുന്നത്. സജീവതി യാവജ്ജീവതി, അവൻ ജീവിക്കുന്നു. എത്ര കാലം ജീവിക്കുന്നുവോ കർമ്മഫലത്തിനനുസരിച്ച് എത്ര കാലം ജീവിക്കുന്നു അത്ര കാലം ജീവിക്കും. അഥ യഥാ മ്രിയതേ, അത് കഴിയുമ്പോൾ മരിക്കും. പൂർണ്ണമായി. എത്ര സുന്ദരമായി ഒരു മനുഷ്യൻ ഉണ്ടാകുന്നത് എങ്ങനെയാണ് എന്ന് ആവിഷ്കരിച്ച് മനുഷ്യന്റെ മൃത്യു വരെ 5-ാമത്തെ ഒരു ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് മരണം വരെ. അതെ.
അഞ്ചാമത്തെ അഗ്നിയിലാണ് ഈ അപ്പുകൾ പുരുഷാകൃതിയായി പരിണമിക്കുന്നുവെന്ന് നാലാമത്തെ ചോദ്യത്തിന് ഉത്തരം ഇല്ല, അവസാനിപ്പിക്കാൻ. നാലാമത്തെ ചോദ്യം എഴുത്തിരിയാണ്. അവന്റെ ജീവിതകാലം മുഴുവൻ കർമ്മഫലങ്ങൾ അനുഭവങ്ങൾ അനുസരിച്ചിരിക്കും. യാവത് ജീവതി എന്നാണ്. എപ്പോഴാ മരിക്കുന്ന പറയാൻ പറ്റത്തില്ല, കർമ്മഫലങ്ങൾ ഒഴുകുമ്പോൾ മരിക്കും. അതുകൊണ്ട് അധ യഥാ മ്രിയതേ, അനുഭവിച്ചു തീരുമ്പോൾ അവമാനിക്കുന്നു. സാറേ, ഇത് തന്നെയല്ലേ കടോപനിഷത്തിൽ പറയുന്ന ഇത് തന്നെയല്ലേ നചികേതസിന്റെ ചോദ്യത്തിന്? അതെ, ഇത്ര വിസ്തരിച്ച് പറയുന്നില്ല, ഇത് കുറെ കൂടെ വിസ്തരിച്ച് ഭാവനവും അങ്ങനെ പറയുന്നുണ്ട്. മറ്റേ ശരിക്കുള്ള കാര്യം മാത്രം അങ്ങ് പറഞ്ഞു തരാം. അത്രേ തത്വം മാത്രം പറഞ്ഞു. അപ്പൊ മുമ്പ് പുരുഷന്റെ രേതസ് എങ്ങനെ ഉണ്ടായി എന്ന് പറയുന്ന പോലെ സ്ത്രീകളിലേക്ക് ഇത് എങ്ങനെയാണ് പുരുഷ ബീജത്തെ പ്രവേശിപ്പിച്ച് ഒരു പുരുഷനായി അത് അതും ഒരു ആഭവനമാണ്, അതൊരു ഹോമമാണ്. ഇവിടെയൊക്കെ ആധ്യാത്മികതയുടെ ഒരു ചൈതന്യം ഋഷി ഉറപ്പിച്ചിരിക്കുകയാണ്. എങ്കിൽ മാത്രമേ ഇത് പൂർണ്ണമാകുകയുള്ളൂ. ഇത് വെറും ഭൗതികമായ ഒരു ഭാവനയോ സങ്കല്പമോ കർമ്മമോ അല്ല എന്ന് എല്ലാവരും തിരിച്ചറിയാൻ ഈ മന്ത്രങ്ങൾ സഹായിക്കണമെന്ന് ഋഷി ഉദ്ദേശിക്കുന്നുണ്ടാവണം. അതുകൊണ്ടാണ് യോഷ സ്ത്രീയും അഗ്നി തന്നെയാണ്, അവളുടെ ഉപസ്ഥം തന്നെയാണ് അവളുടെ സമിത്ത്. ചുറ്റുമുള്ള രോമങ്ങൾ ധൂമങ്ങളാണ്. യോനി കനൽക്കട്ട പോലെ എപ്പോൾ വേണമെങ്കിലും അത് കത്താം, എപ്പോൾ വേണമെങ്കിലും കെട്ടടങ്ങാം, പാകത്തിനിരിക്കുകയാണ്. അതിൻ്റെ അകത്തേക്കാണ് ഈ അങ്കാരങ്ങളെ പോലെയുള്ള ഈ രേതസ്സുകളെ പ്രവേശിക്കുന്നത്. അപ്പോഴുണ്ടാകുന്ന ഒരു ആനന്ദ അനുഭവമുണ്ട്. അത് വിസ്ഫുലിംഗങ്ങളായിട്ട് വരികയാണ്. തസ്മിന്നേതസ്മിന്നേവാഗ്നവും ദേവാഹ രേതോദുഹ. അതിലേക്ക് അപ്പോൾ ദേവന്മാർ രേതസ്സിനെ ഹോമിക്കുന്നു. ആ ആഹുതി കൊണ്ട് പുരുഷനുണ്ടാകുന്നു. അവൻ ആയുസ്സൊടുങ്ങുന്നവരെ ജീവിക്കുന്നു, പിന്നെ മരിക്കും. നാലാമത്തെ ചോദ്യത്തിന് ഉത്തരം 5 തരത്തിലുള്ള ആഹുതിയിലൂടെ പൂർണ്ണമാക്കും. പഞ്ചാഗ്നികൾ എന്ന് പറയുന്ന 5 തരം അഗ്നികളാണ് ഇതഞ്ച്. ഈ പഞ്ചാഗ്നി രൂപത്തിലുള്ള ആഹുതികൾ അതിവിടെ പ്രപഞ്ചത്തിൽ നടന്നുകൊണ്ടേയിരിക്കുന്നു. നമ്മളൊക്കെ സാക്ഷികളാണ്, പക്ഷെ നമ്മൾ അറിയുന്നില്ല എന്ന് മാത്രം. നമ്മളൊക്കെ സാക്ഷികളാണ്, പക്ഷെ ഇതിങ്ങനെ നമ്മൾ അറിയുന്നില്ല എന്ന് മാത്രം. ഇങ്ങനെ നാലാമത്തെ ചോദ്യത്തിന് ഉത്തരം ആദ്യം പറഞ്ഞത് ഇങ്ങനെയാണ്. ഇനിയും മറ്റു 3 ചോദ്യങ്ങളുടെ ഉത്തരം എളുപ്പമായി. അടുത്ത 3-4 മന്ത്രത്തിൽ കൂടി അത് പറഞ്ഞത് ഉപസംഹരിക്കാൻ ആവശ്യം. യോഷാവാഗ്നിഗൗതമാം തസ്യാഹ ഉപസ്ഥമേവ സമിത്ത് ലോമാനി ധൂമഃ യോനിരർക്ഷിഃ യദന്തഃകരോതി അങ്കാരാഃ അഭിനന്ദാഃ വിസ്ഫുലിംഗാഃ തസ്മിന്നേതസ്മിന്നഗ്നോ ദേവാഃ രേതോ ജുഹ്വതി തസ്യാഹുത്യേ വൃഷഃ സംഭവതി സജീവതി യാവജ്ജീവതി അഥ യഥാ മ്രിയതേ. യോഷാവ അഗ്നിഗൗതമ തസ്യാഹ ഉപസ്ഥമേവ സമിത്ത് ലോമാനി ധൂമഃ യോനിരർക്ഷിഃ യദന്തഃകരോതി അങ്കാരാഃ അഭിനന്ദാഃ വിസ്ഫുലിംഗാഃ തസ്മിന്നേതസ്മിന്നഗ്നോ ദേവാഃ രേതോ ജുഹ്വതി തസ്യാഹുത്യേ വൃഷഃ സംഭവതി സജീവതി യാവജ്ജീവതി അഥ യഥാ മ്രിയതേ. അടുത്ത വിഷയങ്ങൾ ഇങ്ങനെയുള്ള മറ്റ് 3 ചോദ്യങ്ങളുടെ മറുപടിയാണ്. നമുക്ക് അടുത്ത ദിവസത്തേക്ക് മാറ്റിവെക്കാം. ഇന്ന് ഈ ഒറ്റ ചോദ്യങ്ങളുടെ ഉത്തരം, അതായത് നാലാമത്തെ ചോദ്യത്തിന് ഉത്തരം 5 ആഹുതികളിൽ കൂടി പൂർണ്ണമാക്കി ഒരു മനുഷ്യന്റെ ഉൽപ്പത്തിയും അവന്റെ മൃതിയും വരെയുള്ള വിഷയങ്ങൾ ഇവിടെ അവതരിപ്പിച്ച് പൂർണ്ണമാക്കി. നമുക്ക് അടുത്ത ദിവസത്തേക്കാകാം. എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ഇല്ലേ ഉപയോഗിക്കും. സൗരയൂഥത്തിൽ തുടങ്ങി അതെ, ഈ ഭൂമിയിലെ സൃഷ്ടി വരെ മനോഹരമായിട്ട് ഒരു ലൈഫ് സൈക്കിൾ സൂര്യൻ, ചന്ദ്രൻ, മഴ, അന്നം, ഭൂമിയിലെ പ്രക്രിയകള്, അതുപോലെ ഋതുക്കള്, അതിന്റെ പരിണാമം, വൃഷ്ടി എല്ലാം വന്നു. അത് സ്ത്രീ പുരുഷ രേതസ്സുകളായി തന്നെ ഇവിടെ പരിണമിച്ച് അതിൽ നിന്നുണ്ടാകുന്ന സൃഷ്ടികൾ അത് ജീവിക്കുന്നത്തോളം ജീവിക്കും. എപ്പെന്ന് പറയാൻ പറ്റില്ല, കർമ്മഫലം എടുക്കുന്നത് വരെ. ആ തമാശ രൂപത്തിൽ അതും കൂടി പറഞ്ഞിട്ട് യാവജ്ജീവതി യഥാമ്രിയതേ, അത്രേ ഉള്ളൂ. അതെ, എത്ര ലാഘവത്തോടു കൂടിയാണ് അവതരിപ്പിച്ചത്. ലാഘവത്തോടെ അവതരിപ്പിച്ചത്. എന്ന് പറഞ്ഞ എന്താ? ഏതാ
റാദ് ഉനയ. ഒറ്റ വാക്കാണ് അത്. അതെ, റാദ് ആ ഉനയ. അത് പുല്ലിംഗത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്, വൈദികമായ ഒരു വാക്കാണ്. ഓ, അത് ശരി. പ്രത്യേകമല്ല. അല്ലല്ല, ഒറ്റ വാക്കാണ്. ഇവിടെ പഞ്ചഭൂതത്തിന്റെ മഹാത്മ്യം കൂടെ പറയുന്നുണ്ടല്ലോ അല്ലേ? ഉണ്ട്. സൃഷ്ടിക്ക് പഞ്ചഭൂതത്തിന് എത്രത്തോളം പിന്നെ അതിലെ ഏറ്റവും പ്രധാന അംശം ജലമാണ്, അഗ്നിയാണ്. അതെ, അത്യാവശ്യം. പിന്നെ വായുവും ആകാശവും ഒക്കെ അതിനെ കൂട്ടു നിൽക്കുമല്ലോ. ജലവും അഗ്നി ഇല്ലാതെ പറ്റില്ല. ഇത് രണ്ടുമാണ് പ്രധാനപ്പെട്ട രണ്ട് വിഷയങ്ങൾ. ഓക്കെ സാർ, താങ്ക് യു. സാറേ, ഈ ശബ്ദത്തിൽ നിന്ന് ആക്കിയതിൽ എന്താ നമുക്ക് ഇതിന്റെ എന്താ പറയുക, മിന്നലിന്റെ ഒരു പര്യായം വരുന്നതിന് എന്തോ ഹാദ്നി എന്നുള്ള ഒരു പദം അതിന്റെ പര്യായമായിട്ട് വരത്തില്ലയോ? ഏത്? അമരകോശത്തില് ഹാദ്നിന്ന് ഇല്ലയോ? ഇടിമുഴക്കത്തിന് ഇല്ലയോ? ഒരു ഏതാണ്ട് ഇതിനോട് സാമ്യമുള്ള ഒരു പദമായിട്ട് ഇടിമുഴക്കത്തിന്റെ അമരകോശത്തിൽ വരും. ഹാദിനി അങ്ങനെ ഒരു ഇത് വരത്തില്ലയോ? അതായത് ഇത് അമരകോശത്തിൽ എടുത്തതിന്റെ ഒരു ഓർമ്മയുണ്ട് ഉള്ളിൽ. നോക്കാം. ഇതിൽ നിന്നായിരിക്കും അത് വന്നത്. കാരണം അവരുടെ ഇതെല്ലാം നോക്കിയിട്ടാണല്ലോ. അതെ അതെ അതെ. അപ്പൊ വാസ്തവത്തിൽ ഈ ബൃഹദാരണ്യം പഠിച്ചിരിക്കേണ്ട ഉപനിഷത്ത് തന്നെയാണെന്ന് പഠിച്ചു കഴിയുമ്പോൾ നമ്മളറിയാം. അല്ല, അതിന്റെ കൺക്ലൂഷൻ അത് പക്ഷെ വളരെ മനോഹരമായിട്ട് ഇതുവരെയും പഠിച്ചതിനെ എല്ലാം കൂടെ കൊണ്ടുവന്ന് നമ്മുടെ ഈ പ്രായോഗിക ജീവിതവുമായിട്ട് വളരെ അതും അതിന്റെ ശൈലി അതിമനോഹരമാണ്. ആ ശൈലി അവതരണം. കാരണം അതിന് ഉപനിഷത്തിന്റെ ആ രീതിയിലുള്ള ഒരു മിസ്റ്റേക് രീതിയല്ല, ഒരു പ്രത്യേക ശൈലിയിലാണ് അത് അവതരിപ്പിച്ചിരിക്കുന്നത്. ശാസ്ത്രം പഠിപ്പിക്കുന്നത് പോലെ പേരിട്ട് പഠിപ്പിക്കല്ലേ ചെയ്യാം. ഒരുപക്ഷെ ആ കാലഘട്ടമൊക്കെ ആയപ്പോഴത്തേക്കിന് ആ ശൈലികൾക്കൊക്കെ കുറെ വ്യത്യാസമായി കാണുമായിരിക്കും. അന്നത്തേക്ക് ഉപനിഷത്ത് കാലം ആയപ്പോഴത്തേക്കും. ഉപനിഷത്തിന്റെ പക്ഷെ അപ്പോഴും അവർ ആധ്യാത്മികത വിടുകയില്ല. ഇല്ലില്ല, അല്ല അതിന്റെ എല്ലാം നിന്നുകൊണ്ടേ ഇത് ചെയ്യുള്ളൂ. അതിലാണ് അത് സംശയമില്ല. കാരണം എല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ടോ അത് വിട്ടിട്ട് ഈ സൂര്യനും ചന്ദ്രനും അഗ്നിയും ഭൂമിയും മഴയും മനുഷ്യനും രേതസ്സും ഒക്കെ നിലനിൽക്കുന്നത് ഈ ദേവന്റെ ചൈതന്യം കൊണ്ട് മാത്രം. അതിലേ ഇല്ല. അവരുടെ പ്രേരണ കൊണ്ടാണ് ഇതെല്ലാം ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത്. അതെ. അല്ല, അത് വെച്ച് നോക്കുമ്പോൾ ഈ വിരാട് സ്വരൂപത്തിൽ എല്ലാം ദേവാംശമാണ് പറഞ്ഞത് സത്യമല്ലേ? എല്ലാം ദേവാംശം വർണ്ണന അപ്പൊ പൂർണ്ണമാവില്ലേ? ആ പുരുഷ സൂക്തത്തിൽ പറയുന്നത് പൂർണ്ണമാകും. അതെ. കാരണം എന്തിനാ ദേവന്മാരെ ഒക്കെ നമ്മള് പൂജ കൊടുക്കുന്നേന്നുള്ളത്? അതെ. എന്തിനാ അവരെ ആരാധിക്കുന്നത്? ഒരു കാര്യമില്ലല്ലോ എന്ന് വിചാരിക്കണ്ട എന്ന് സ്പഷ്ടമാക്കുന്നുണ്ട്. നമുക്ക് ഉപസംഹരിക്കാം അല്ലേ? അതെ. അപ്പൊ നമുക്ക് ഈ ഉപനിഷത്തോടെ തീർന്നാൽ നമ്മളെ ആദ്യത്തെ ശ്രമം എല്ലാ ഉപനിഷത്തും ഒന്നുകൂടി സഞ്ചരിച്ചു വന്ന് എവിടൊക്കെയാണ് ഇതൊന്ന് നോട്ട് ചെയ്ത് അതിനുള്ള ശ്രമം നിങ്ങളുടെ സമയമുള്ളത് കുറേശ്ശെ ചെയ്തു വെക്കെ ഞാനും ചെയ്യാം. നമുക്ക് നല്ലൊരു അഭ്യാസമായിരിക്കും. അതെ, തീർച്ചയായിട്ടും. അല്ലെങ്കിൽ പിന്നെ നമ്മൾ രണ്ടാമത് വായിക്കൊന്നുമില്ല. ഇങ്ങനെ ആകുമ്പോ ഒന്നുകൂടെ വായിച്ചു പോയാൽ നോട്ട് ചെയ്ത് തരാമല്ലോ. നിങ്ങൾ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ടല്ലോ പലയിടത്തും. ഉണ്ട്. അപ്പൊ ആ ഭാഗം മാത്രം എടുത്തിട്ട് നമുക്ക് ഒന്ന് കമ്പയർ ചെയ്ത് ശരിയാക്കി എടുക്കാം. അത് നല്ല ആശയമാണ്. അത് വേണ്ടതാണ്. നമ്മൾ ഇത്രയും കാലം പഠിച്ചതിന്റെ ഫലം ആർക്കെങ്കിലും കിട്ടട്ടെ. ചെയ്തിട്ടില്ല. ആയിക്കോട്ടെ. അപ്പൊ ഇന്ന് പ്രശംസിക്കാം. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. നമസ്തേ.